കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ജില്ലാ ഫയർ ഓഫീസറും. തീപിടുത്തം ഉണ്ടായ കെട്ടിടത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നു. കെട്ടിടത്തിലെ വ്യാപാര പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന തർക്കം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തും. കെട്ടിടത്തിൽ അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം. ഇതിനെ ശരിവെക്കുകയാണ് ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി. തീപിടുത്തത്തിൽ ഫയർഫോഴ്സിന് വീഴ്ച ഉണ്ടായിട്ടില്ല. കെട്ടിടം തകരഷീറ്റുകൾ വെച്ച് മറച്ചതും ഇടനാഴികളിൽ സാധനങ്ങൾ നിറച്ചതുമെല്ലാം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയെന്ന് ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കുന്നു. ഫാബ്രിക്സിന്റെ ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, എല്ലാ സാധനങ്ങളും ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ പാസേജുകളിലും സ്റ്റോറേജ് കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം അടിച്ചാൽ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അത് പ്രധാനമായിട്ടും ഈ ടിൻ ഷീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സൈഡൊക്കെ ടിൻ ഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിഷൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത്. സ്ഥാപനത്തിന് NOC ഉണ്ടായിരുന്നില്ലെന്നും അത് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷൻ്റെതാണെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമായിരുന്നിട്ടും നിർമ്മാണച്ചട്ടം ലംഘിക്കപ്പെട്ടത് വിമർശനത്തിന് ഇടയാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മേയർ ബീന ഫിലിപ്പിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. കുറേ പേരുടെ കരിഞ്ഞ ജീവിതത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം. പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട്. അഗ്നിക്കിരയായ വസ്ത്രവ്യാപാര സമുച്ചയത്തിലെ വ്യാപാര പങ്കാളികൾ തമ്മിൽ തർക്കവും കേസും നിലവിലുണ്ട്. സ്ഥാപന ഉടമ മുകുന്ദന് വ്യാപാര പങ്കാളിയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് കുത്തേറ്റിരുന്നു. തീപിടുത്തത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഫയർ ഒക്കുറൻസ് പ്രകാരം കസബ പോലീസ് കേസെടുത്തു. തീ പടരാൻ ഇടയാക്കിയതിന്റെ കാരണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി ഫയർഫോഴ്സ്, പോലീസ്, ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയവയുടെ പരിശോധനയാണ് നടന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.